ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 കുറച്ച് പരീക്ഷ ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്നത് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാൻ അങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തേഹരി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ബക്രാൻ അങ്കൽ സത്ലജ് അത് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി അത് ശരിയാണ്. തേഹരി ഡാം കൃഷ്ണ അത് തെറ്റാണ്. സർദാർ സരോവർ നർമ്മദ അത് ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരി. അടുത്ത ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1, 2, 3 ഇവയാണ് ശരി. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കറാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഇത് ഇത്രയുമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. സതിഹിത ബോധിനി രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ രചനകളാണ് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. അപ്പോൾ ശരിയായത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാടാണ്. ഇത് രണ്ടുമാണ് ശരി. അപ്പോൾ ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്, ഇത് രണ്ടുമാണ് ശരിയായ ജോഡി. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിലെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചതാരാണ്? ബെൻ കിംസ്ലിയാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോൺ. അപ്പം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവയിലല്ല. ബാക്കി നാറ്റോ ബ്രസൽസ് ആണ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാമാണ്, ഇൻ്റർപോൾ ലിയോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച ബർവ. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ
ഇവരും കൂടിയതാണ് നംച ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ മണ്ണിനമാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ഓക്സ്ബോ തടാകങ്ങൾ. അപ്പം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നു. നറൗവാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. അപ്പം 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന എവിടെയായിരുന്നു? കസാൻ, റഷ്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായം. ഗുറും ഖണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ പഞ്ചസാര വ്യവസായമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഗോള സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നത് ഏത് പ്രായപരിധിയുള്ളവരിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. 70 വയസ്സ് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ഇനി താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. 2 മാത്രം. അപ്പോൾ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഫ്യൂഡൽ നികുതി നൽകുക. ഓപ്ഷൻ ബി 2 മാത്രം. അതാണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരി. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം നവമഞ്ജരി. അടുത്ത ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളാവീരയാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1 മാത്രം. ആനി ബസന്റുമായി ബന്ധമില്ലാത്തത് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആനി ബസന്റാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അത് രണ്ടും ശരിയാണ്. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്തത്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകൾ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഹരിയാനയാണ്. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് പറയുന്നത് 12 മുതൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് വകുപ്പ് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. 19 തൊട്ട് 22 വരെയുള്ള വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പം ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A, 4B. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനുള്ള അവകാശം 23 തൊട്ട് 24 വരെയുള്ള വകുപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്.
അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഒന്നാമത്തത്, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. 2, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അത് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് വിവരാവകാശ കമ്മീഷൻ വരുന്നത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 1ഉം 2ഉം ശരിയാണ്. 3 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ: അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? അപ്പോൾ ഓപ്ഷൻ തന്നേക്കുന്ന കബനി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പയാണ്. അപ്പോൾ കബനിയാണ് ഇതിനകത്ത് ഓപ്ഷനകത്തുള്ളത്. അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയിൽ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാറ്. അപ്പോൾ അതിൽ കബനിയാണ് ഇതിനകത്ത് ഓപ്ഷൻസിനകത്തുള്ളത്. അപ്പോൾ അതെടുക്കുക. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം PR ശ്രീജേഷാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായതെന്ന് വെച്ചാൽ രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേയറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കാർഷിക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നതിലേതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകളിൽ നിന്നാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. അപ്പോൾ ശരിയായതെന്ന് പറയുന്നത് 1ഉം 4ഉമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. രാജ്മഹൽ കുന്നിൽ നിന്നൊക്കെ കലാപം തുടങ്ങിയത് സന്താൾ കലാപമാണ്. ഇതല്ല. അപ്പോൾ നമ്മൾ കുറിച്ച കലാപം ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ശരി. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നിഹോൺ ഹിഡാൻക്യോ. അപ്പം 2024 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയതാർക്കാണ്? നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരിച്ചാൽ ചുണ്ടൻ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. ചൂടെ പറയുന്നുള്ള ശരിയായ ജോഡി ഏതാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മി. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പം പണ്ഡിറ്റ് കറുപ്പൻ, ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ K.B. മേനോൻ?
കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ. അടുത്ത ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂൾ വിത്താകുന്നു. അപ്പോൾ സസ്യങ്ങളിൽ ബീജ സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഒവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ്? ബൊട്ടാനിക്കൽ ഗാർഡനുകൾ. എക്സിറ്റ് കൺസർവേഷനുകൾ ഉദാഹരണം ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആണ്. ഓക്കെ. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത തിരഞ്ഞെടുക്കുക. ലിപ്പേസ്. മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത ലിപ്പേസ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിന് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. മഴക്കാലത്ത് തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് കറക്റ്റാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അതും കറക്റ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നല്ല, കൂടുതലായിരിക്കും. മഴക്കാലത്തും തണുപ്പ് കാലത്തും ഓപ്ഷനിൽ പറയുന്നുണ്ട് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കുമെന്ന്. അപ്പോൾ വേനൽക്കാലത്ത് വരുമോ? ഇല്ല. വേനൽക്കാലത്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായിരിക്കും തെറ്റായ പ്രസ്താവന. അടുത്തത്, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓക്കെ. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ശരിയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അതും കറക്റ്റാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്യൂണിക്കൾച്ചർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ. മുയൽ വളർത്തലിനെയാണ് നമ്മൾ ക്യൂണിക്കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലായി കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ, കാൽക്കുഴയിലുള്ളത്. ഓക്കെ. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. 2 പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു. അപ്പം സിനാപ്സ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് പേശികോശത്തിനും ന്യൂട്രോണിനും ഇടയിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ 2 ന്യൂട്രോണുകൾക്കിടയിലും കാണുന്നുണ്ട്. അപ്പം 2ഉം 3ഉമാണ് ശരി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്കലൈറ്റ്. ബേക്കലൈറ്റാണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്. പോളിത്തീനും നൈലോണും പോളിവിനൈൽ ക്ലോറൈഡും ഒക്കെ തെർമോപ്ലാസ്റ്റിക്കാണ്. അല്ലാത്തത് ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രവേഗത്തിൻ്റെ നിരക്ക് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകളാണ്. അപ്പം ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പറഞ്ഞു. അതുപോലെ തന്നെ പ്രവേഗത്തിൻ്റെ നിരക്ക് ത്വരണം പറഞ്ഞു. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? അറ്റോമിക് റിയാക്ടറുകൾ. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരുന്ന തരംഗമാണ് അൾട്രാസോണിക്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന പ്രസ്താവന ആരാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ DS കോത്താരി. അതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? മെറ്റർനിക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? കുറുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്?
ആരംഭിച്ചത്? കൊല്ലം. ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ, ഉച്ച സമയം ഇവിടെ 2 മണിയാകുമ്പോൾ, ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30. ഓക്കെ. അടുത്തത് താഴെ പറഞ്ഞ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഈ നയം നടപ്പിലാക്കുന്ന ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഭേദഗതി ഏതാ? 61-ാം ഭേദഗതി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. മൺസൂൺ മഴയും ഇടിവെട്ടും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുലിപ്പ് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ ടാറ്റ ഇരുമ്പുലിപ്പ് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്തത് ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ബന്ധമില്ലാത്തത് നമുക്ക് വേണ്ടത്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പരീക്ഷണം നടത്തിയത്? അത് തെറ്റാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അത് ശരിയാണ്. അപ്പം ഇവിടെ ബന്ധമില്ലാത്തതെന്നുള്ള സെക്കൻഡാണ്. അപ്പം ഓപ്ഷൻ എ ആണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ജോനാഥൻ ഡങ്കൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവേശികളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തേത് മാത്രമാണ് ബന്ധമില്ലാത്തത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആര് നേടി? NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അപ്പം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂർ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹാൻകാങ്ങിനാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തി ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. അത് തെറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ച മാലിനി ചൗധരിയാണ്. അതും തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം അപ്പോൾ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇവയെല്ലാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് കറക്റ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതാണ്. അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പം 1ഉം 3ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകളും അവയുടെ വിവരണം നൽകിയിരിക്കുന്ന ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ വകുപ്പ് 17 ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം.
അത് വരുന്നത് വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് വകുപ്പ് 32. അപ്പോൾ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. അപ്പോൾ പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 22. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൽ റഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. അയ്യങ്കാളി ജനിച്ചത് എന്നു ചോദിച്ചാൽ 1863 ഓഗസ്റ്റ് 28. വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. താഴെ പറഞ്ഞതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെ. ഓക്കെ, ഇത് ജൈനമതമാണല്ലോ. മഹാദേവ ഗോവിന്ദ റാനഡെയാണ് സാമൂഹ്യ പരിഷ്കർത്താവ്, വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? കെ എം പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? കെ എം പണിക്കർ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇത്രയുമാണ്. അപ്പോൾ ആരാണ്? നമുക്കറിയാം, എ കെ ഗോപാലനാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. അത് മിസ്റ്റേക്കാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകരയിലാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്തൻ ഗോപാലൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്തൻ ഗോപാലൻ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത് വടകര. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറഞ്ഞ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജപ്രജാ മണ്ഡലം നേതാക്കൾപ്പെടാത്തതാര്? ഷൺമുഖം ചെട്ടി. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകളിൽ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറഞ്ഞു. ഏത്? അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. താഴെ പറഞ്ഞാൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റീച്ചൽ കേഴ്സൻ്റെയാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിംഗ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ. അപ്പോൾ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്. അത് ലിംഫോസൈറ്റാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമേത്? 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം.
അപ്പോൾ സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതി ആയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് 5 ലക്ഷം.